സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടായിരുന്നു. നാളെ 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, പറയൂ. ഗുഡ് ഈവനിങ്. നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട്, നാളെ അവധിയുണ്ടോ, അക്കാര്യം പറയുമോ, അക്കാര്യം അറിയിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു. എന്തായാലും 3 ജില്ലകളിൽ നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ്. മറ്റ് ജില്ലകളിൽ ഇപ്പോൾ കോഴിക്കോട് അടക്കം റെഡ് അലേർട്ടാണ്. എന്നിരിക്കെ പോലും അങ്ങനെ അതിശക്തമായ മഴ പെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നിപ്പോൾ ആദ്യം ഓറഞ്ച് അലർട്ടും പിന്നീട് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചെങ്കിലും കാര്യമായ മഴ ഇന്ന് ജില്ലയിൽ ലഭിച്ചിട്ടില്ല. അതായത് ഇന്നലെ ഈ നേരത്തെയൊക്കെ സാഹചര്യം എന്ന് പറയുന്നത് അതിശക്തമായ മഴ ജില്ലയിൽ ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അത്ര ശക്തമായ മഴയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ന് ആകെത്തുക നമ്മൾ പരിശോധിക്കുമ്പോഴും അത്തരത്തിൽ തന്നെയായിരുന്നു സാഹചര്യം. മലബാറിലെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോഴും കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം കയറുന്ന സാഹചര്യം, എന്നാൽ അതിശക്തമായ മഴ ലഭിച്ചിരുന്നില്ല. കാസർഗോഡ് ചില മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കുന്നിടിച്ചിലടക്കം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള അല്ലെങ്കിൽ ആശങ്കപ്പെട്ടതുപോലെയുള്ള ഒരു മഴ ഇന്ന് ലഭിച്ചിട്ടില്ല. എന്തായാലും ഒരു മുൻകരുതൽ എന്നുള്ള പശ്ചാത്തലത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശപ്രകാരമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും നാളെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ 3 ജില്ലകളിലാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി സാഹചര്യങ്ങൾ നോക്കി അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനാണ് അതത് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും കോഴിക്കോട്ടെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കുമ്പോൾ അങ്ങനെ ശക്തമായ ഒരു മഴയില്ല. എന്നാൽ ഇടവിട്ടുകൊണ്ട് ചില മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മഴയുടെ സാന്നിധ്യവുമുണ്ട്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.